വയനാട്ടിലെ മാനന്തവാടിയിൽ മാദൻ എന്ന ആദിവാസി യുവാവിനെ കാറിന്റെ ഡോറിനുള്ളിൽ കൈകുടുക്കി റോഡിലൂടെ വലിച്ചഴച്ച സംഭവമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. സംഭവത്തിൽ ഹർഷിത്, അഭിരാം എന്നീ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹർഷിതാണ് വാഹനം ഓടിച്ചതെന്നും മാദനെ റോഡിലൂടെ വലിച്ചഴിച്ചത് അഭിരാമാണെന്നുമാണ് പോലീസ് പറയുന്നത്. ഒരു കാർ ചെക്ക് ഡാമിൽ നിന്നും മടങ്ങി മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ കൂടൽക്കടവ് ജംഗ്ഷനിൽ പാർക്ക് ചെയ്തു. ഇതിൽ നിന്നിറങ്ങിയ ഒരാൾ വാക്കേറ്റത്തിൽ ഏർപ്പെട്ട കാറുകാരെ എറിയാൻ കല്ലുമായി റോഡരികിൽ നിലയുറപ്പിച്ചു. അടുത്തുള്ള കടയിലുണ്ടായിരുന്ന മാദൻ ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടു. മറ്റേ കാർ കൂടി എത്തിയതോടെ വീണ്ടും വാക്കേറ്റമായി. എറിയാൻ ശ്രമിച്ചയാളിൽ നിന്ന് കല്ല് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച മാദന്റെ വലത് കൈ കാറിന്റെ വാതിലിനിടയിൽപ്പെട്ടു. ഈ കാർ മുന്നോട്ടെടുത്തു. കാറിലുള്ളയാൾ മാദന്റെ കൈ കൂട്ടിപ്പിടിക്കുകയും ചെയ്തു. ഇതോടെ മാദനെ വലിച്ചഴച്ച് കാർ മുന്നോട്ട് നീങ്ങി. നാട്ടുകാർ ഒച്ച വെച്ചിട്ടും ശ്രദ്ധിക്കാതെ 1/2 കിലോമീറ്റർ പോയ കാർ മാദനെ ദാസനക്കര ജംഗ്ഷനിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. അരയ്ക്ക് താഴെയും കൈകാലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റ മാദനെ പിന്നാലെ എത്തിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വലിച്ചഴച്ച കാറിന് പുറകിൽ വന്ന കാറിലുണ്ടായിരുന്നവരാണ് വീഡിയോ പകർത്തിയത്. ഇത് പ്രചരിച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയായിരുന്നു ആ സംഭവം. ആ വീഡിയോ ദൃശ്യം ഇല്ലായിരുന്നെങ്കിൽ ആദിവാസി ജനതയോട് ചെയ്തു കൂട്ടുന്ന അസംഖ്യം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആരോരും അറിയാത്ത അനീതികളുടെ പട്ടികയിലേക്ക് ഇതും ചേർക്കപ്പെടുമായിരുന്നു. അടിമച്ചന്തകളിലെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയെങ്കിലും ഇപ്പോഴും ആശ്രയത്വവും വിധേയത്വവും തുടരുന്ന പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരായ പണിയ വിഭാഗത്തിൽപ്പെട്ടയാളാണ് കൂടൽക്കടവ് ചെമ്മാട് കോളനിയിലെ മാദൻ. റോഡിലിട്ട് വലിച്ചപ്പോൾ മാദന്റെ ശരീരത്തിലെ തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്ന മാദൻ ചോദിക്കുന്നുണ്ട് തന്നോട് എന്തിനാണ് ഈ ക്രൂരത കാട്ടിയതെന്ന്. ബഹളം കേട്ടുപോയി നോക്കിയതാണെന്നും താൻ അവരോടൊന്നും ചോദിച്ചില്ലെന്നും വേദനയോടെ മാദൻ പറയുന്നുണ്ട്. ഇതേ ദിവസമാണ് വയനാട്ടിൽ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ആദിവാസി വയോധികയുടെ മൃതദേഹം സംസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ഓട്ടോറിക്ഷയിൽ എന്ന വാർത്തയും വരുന്നത്. വയനാട് എടവക പഞ്ചായത്തിലെ പള്ളിക്കൽ വീട്ടിച്ചാൽ 4 സെന്റ് ഉന്നതിയിലെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയത്. ജില്ലാ ട്രൈബൽ ഓഫീസർമാരെ ബന്ധപ്പെട്ടെങ്കിലും നിലവിൽ ആംബുലൻസ് ഇല്ല എന്ന മറുപടിയായിരുന്നു മരണപ്പെട്ട സ്ത്രീയുടെ വീട്ടുകാർക്ക് ലഭിച്ചത്. ഓട്ടോയുടെ പിന്നിലിരുന്നവരുടെ മടിയിലാണ് മൃതദേഹം വെച്ച് അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. മനുഷ്യരഹിതമായ അക്രമത്തിന്റെയും ക്രൂരമായ അവഗണനയുടെയും 2 ഉദാഹരണങ്ങളാണ് ഇവ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, ആവർത്തിക്കാൻ പാടില്ലാത്ത സമീപനം. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങൾ എത്ര എളുപ്പത്തിലാണ് ലംഘിക്കപ്പെടുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട്. ഇതേ വർഷം ഫെബ്രുവരിയിലാണ് കുരുമുളക് പറിക്കാൻ 100 രൂപ അധികം ചോദിച്ചതിന് വയനാട് അമ്പവയൽ നീർച്ചാൽ ആദിവാസി കോളനിയിലെ ബാബുവിനെ ഉടമ ആക്രമിച്ചത്. 600 രൂപ കൂലിക്ക് പകരം 700 രൂപ ചോദിച്ചതോടെ തന്റെ മുഖത്ത് ചവിട്ടുകയായിരുന്നത്രേ. ഭാര്യയുടെ പ്രസവത്തിന് കൂട്ടിരിക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയ വിശ്വനാഥൻ എന്ന ആദിവാസി യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ട വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തത് ഇതേ 2024-ലാണ്. അതിൽ മനം നൊന്ത് അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് ചെയ്തും ചെയ്യപ്പെടാത്തതുമായി ആദിവാസി സമൂഹത്തിന് നേരെ അനേകം അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കാനും മനുഷ്യാവകാശങ്ങൾ തുല്യമായി അനുഭവിക്കാനും ആദിവാസി സമൂഹത്തിന് ഇനിയെങ്കിലും സാധ്യമാകണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തതും ചെയ്യപ്പെടാത്തതുമായി ആദിവാസി സമൂഹത്തിന് നേരെ അനേകം അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കാനും മനുഷ്യാവകാശങ്ങൾ തുല്യമായി അനുഭവിക്കാനും ആദിവാസി സമൂഹത്തിന് ഇനിയെങ്കിലും സാധ്യമാകണം.